അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ക്വസ്റ്റ്യൻ നമ്പർ 67. ഇത് NCERT-ലുള്ള ക്വസ്റ്റ്യൻ അല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കാവുന്നതാണ്. The following is the balance sheet of Saraswati and Lakshmi as on 31st December 2003. ഇവിടെ ഓൾഡ് പാർട്ട്നേഴ്സ് സരസ്വതിയും ലക്ഷ്മിയാണ്. 31st December 2003 അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന അസറ്റ്സും ലയബിലിറ്റീസ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തതിനു ശേഷം അവരെന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? പുതിയൊരു പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ആരാണ് പുതിയ പാർട്ട്ണർ? ദേവി. ഇനി ആ പുതിയ പാർട്ട്ണർക്ക് കൊടുക്കുന്ന ഷെയർ എത്രയാണ്? 3rd ഷെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3rd ഷെയർ എന്ന് പറഞ്ഞാൽ 1/3. അങ്ങനെ അഡ്മിഷനെ തുടർന്ന് ബിസിനസ്സിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? അതാണ് ഇതിന്റെ താഴെ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, അതിനുള്ള ജേണൽ എൻട്രി എഴുതണം. അതായത് ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് പോസ്റ്റ് ചെയ്യണം. ലെഡ്ജർ അക്കൗണ്ട്സിൽ വന്നിരിക്കുന്ന പുതിയ ബാലൻസ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതിനുശേഷം പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ പുതിയ ബാലൻസ് ഷീറ്റിൽ എന്താണ് നമ്മൾ കാണിക്കേണ്ടത്? ചേഞ്ചസ് വന്ന് ഓരോ ലെഡ്ജർ അക്കൗണ്ട്സിലും ചേഞ്ചസ് വന്നതിന് ശേഷമുള്ള പുതിയ ബാലൻസ് ആയിരിക്കണം പുതിയ ബാലൻസ് ഷീറ്റിൽ എൻ്റർ ചെയ്യേണ്ടത്. അപ്പൊ നമുക്കിവിടെ അഡ്മിഷനെ തുടർന്ന് വരുന്ന ഓരോ ചേഞ്ചസും എന്താണെന്നുള്ളത് നമുക്കിവിടെ റെക്കോർഡ് ചെയ്യാം. നമ്മളോട് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? പാസ്റ്റ് ജേണൽ എൻട്രീസ്, പ്രിപ്പയർ ലെഡ്ജർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ ദേവീസ് അഡ്മിഷൻ. ഇവിടെ ജേണൽ വരയ്ക്കണം, അതിൻ്റെ താഴെ ലെഡ്ജർ അക്കൗണ്ട്സ് വരയ്ക്കണം. ലെഡ്ജർ അക്കൗണ്ട്സ് വരയ്ക്കുമ്പോൾ ഏതൊക്കെ ലെഡ്ജർ അക്കൗണ്ടുകളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാഷ് അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. അതിനുശേഷം ന്യൂ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും ജേണൽ വരയ്ക്കുക, അതിൻ്റെ താഴെ റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കുക, അതിൻ്റെ താഴെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുക്കുക, അതിൻ്റെ താഴെ ക്യാഷ് അക്കൗണ്ട് കൊടുക്കുക, അതിനുശേഷം ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. അപ്പം ഞാനിവിടെ ജേണൽ എൻട്രി എഴുതി കാണിക്കുന്നില്ല, ജസ്റ്റ് പറയുന്നുള്ളൂ. അതിൻ്റെ പോസ്റ്റിംഗ് മാത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം നിങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എല്ലാം എഴുതിയിരിക്കണം. ജേണലും ലെഡ്ജർ അക്കൗണ്ട്സ് ഒക്കെ വരച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്തായിരിക്കണം? ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ക്യാപിറ്റലിൻ്റെയും ക്യാഷിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്തിരിക്കണം. അപ്പം നമുക്കിവിടെ ക്യാഷ് അക്കൗണ്ടിലും ക്യാപിറ്റൽ അക്കൗണ്ടിലും ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് എത്രയാണ്? ബാലൻസ് ബ്രോ ഡൗൺ 60,000, 50,000. ക്യാഷ് അക്കൗണ്ടിലെ ബാലൻസ് എത്രയാണ്? ബാലൻസ് ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. ബാലൻസ് ബ്രോ ഡൗൺ 4,000. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ബാലൻസ് ഷീറ്റിൽ ഡിവൈഡ് ചെയ്യാത്ത റിസർവ്സ് അല്ലെങ്കിൽ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്സ്, ലോസ് ഇതെല്ലാം ഉണ്ടെങ്കിൽ അത് ഓൾഡ് പാർട്ട്നേഴ്സിന് തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കണം. കാരണം അഡ്മിഷന് മുമ്പുള്ള എന്ത് ലോസും പ്രോഫിറ്റ് ഉണ്ടായാലും അത് ഓൾഡ് പാർട്ട്നേഴ്സിനുള്ളതാണ്. ന്യൂ പാർട്ട്ണർക്ക് അതിനുള്ള അവകാശമില്ല. അഡ്മിഷന് ശേഷമുള്ള പ്രോഫിറ്റും ലോസും റിസർവ്സ് ആണ് ന്യൂ പാർട്ട്ണർക്ക് കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ അങ്ങനെ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ബാലൻസ് ഷീറ്റ് റിസർവ്സ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കണം. ഈ പ്രോബ്ലത്തിൽ അങ്ങനെ ഒരു റിസർവ്സോ പ്രോഫിറ്റോ ഉള്ളതായിട്ട് നമുക്കൊന്നും തന്നിട്ടില്ല. അപ്പം നമുക്ക് ഇനി പുതിയ പാർട്ട്ണർ അഡ്മിഷന് തുടർന്നുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദേവി ഷാൾ ബ്രിങ് ഇൻ ₹60,000 ഫോർ ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ ജേണൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ദേവീസ് ക്യാപിറ്റൽ. ഇതെവിടെയൊക്കെ പോസ്റ്റ് ചെയ്യണം? ക്യാഷ് അക്കൗണ്ടിലും ദേവിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്യണം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ്, ദേവിയുടെ കോളത്തിൽ 60,000. ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ക്യാപിറ്റൽ 60,000. ക്യാപിറ്റലിന് എഴുതുന്നതിന് പകരം ദേവീസ് ക്യാപിറ്റൽ എന്ന് എഴുതാം. നെക്സ്റ്റ് വൺ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഷുഡ് ബി റീവാല്യൂഡ് അറ്റ് ₹80,000. അഡ്മിഷന്റെ ഭാഗമായി എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും റീവാല്യൂ ചെയ്തു. റീവാല്യൂ ചെയ്തപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. വാല്യൂ എന്നെങ്ങനെ മനസ്സിലായത്? റീവാല്യൂഡ് അറ്റ് റുപ്പീസ് എന്നാണ് തന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ പുതിയ വാല്യൂ ആണ്. എത്രയാണ് അതിന്റെ വാല്യൂ? 80,000. ഇവിടെ ഇൻക്രീസോ ഡിക്രീസോ അല്ല തന്നിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ റീവാല്യൂ ചെയ്തപ്പോൾ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കണം. അതറിയാൻ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വാല്യൂ നോക്കണം. എത്രയാണ്? 60,000. പുതിയ വാല്യൂ എത്രയാണ്? 80,000. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണ്? റീവാല്യൂ ചെയ്തപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. എത്രയാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്? 80,000 - 66,000, 14,000.
അസറ്റ്സ് ഇൻക്രീസ് ചെയ്തപ്പോൾ ലാഭമായിരിക്കും വരുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ റിവാലുവേഷൻ അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഇവിടുത്തെ ജേണൽ എൻട്രി എന്താ വരാം? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതി ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 14,000. അടുത്തത് എന്താ ചെയ്യേണ്ടത്? ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ പുതിയ വാല്യൂ എവിടെ കാണിക്കണം? ന്യൂ ബാലൻസ് ഷീറ്റിൽ എഴുതണം. അപ്പോൾ ഇവിടെ അസറ്റ് സൈഡിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 80,000. അപ്പോൾ ഇവിടെ 80,000 എന്ന് പറയുമ്പോൾ 66,000 പ്ലസ് 14,000, അല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നിരിക്കുന്ന വാല്യൂ മാത്രമായിട്ട് എടുത്തെഴുതാം. നെക്സ്റ്റ് വൺ, സ്റ്റോക്ക് ഷുഡ് ബി റെഡ്യൂസ്ഡ് ബൈ 10%. അത് സ്റ്റോക്ക് റീവാല്യൂ ചെയ്തപ്പോൾ പറയുന്നത് എന്താണ്? 10% റെഡ്യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അസറ്റ്സിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്തു. ഡിക്രീസ് ഇൻ അസറ്റ്സ് ആണെങ്കിൽ ലോസ് ആയിരിക്കും. ലോസ് ആണെങ്കിൽ റിവാലുവേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ജേണൽ എൻട്രി എന്താ വരാം? റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക് അക്കൗണ്ട്. അപ്പോൾ 10% എന്ന് പറയുമ്പോൾ എത്രയാണ്? സ്റ്റോക്കിന്റെ വാല്യൂ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്നത് 60,000 ആണ്. അപ്പോൾ അതിന്റെ 10% എന്ന് പറയുന്നത് 6,000 ആണ്. റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ സ്റ്റോക്ക് 6,000. ഇനി നമ്മളിവിടെ ഇത് കാണിക്കണം, ഈ സ്റ്റോക്കിന്റെ പുതിയ വാല്യൂ ബാലൻസ് ഷീറ്റിൽ എഴുതണം. എങ്ങനെ എഴുതാം? ബാലൻസ് ഷീറ്റ് ഓൾഡ് ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നത് 60,000 ആയിരുന്നു. അതിന്റെ 10% റെഡ്യൂസ് ചെയ്തു. ബാക്കി എത്രയുണ്ട്? 54,000. നെക്സ്റ്റ് വൺ ഏതാണ്? ക്രെഡിറ്റേഴ്സ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ബൈ 3,000. അതായത് ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് റീഅസസ് ചെയ്തപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 3,000 റെഡ്യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ വരുന്നത് എന്താണ്? ഡിക്രീസ് ഇൻ ലയബിലിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും. പ്രോഫിറ്റ് വരുമ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ജേണൽ എൻട്രി എന്താണ്? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. റിവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ക്രെഡിറ്റേഴ്സ് 3,000. ബാലൻസ് ഷീറ്റിൽ എങ്ങനെ എഴുതാം? ക്രെഡിറ്റർ 74,000 ആയിരുന്നു. അതിൽ നിന്ന് 3,000 മൈനസ് ചെയ്യുക. ബാലൻസ് എത്രയാണ്? 71,000. നെക്സ്റ്റ് വൺ, എ ലയബിലിറ്റി ഓഫ് ₹1,000 ഫോർ റിപ്പയർ ബിൽസ് ഔട്ട്സ്റ്റാൻഡിങ് ബി ബ്രോട്ട് ഇൻ ടു റെക്കോർഡ്. അതായത് 1000 രൂപയുടെ ഒരു ലയബിലിറ്റി എന്തിനുള്ളതാണ്? ബിൽഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഇത് റിപ്പയർ ചെയ്തതിനു ശേഷം കൊടുക്കാനുള്ള എമൗണ്ട് ആണ്. അപ്പോൾ അതെന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്തായിരിക്കും? ലയബിലിറ്റി ആയിരിക്കും. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇത് പഴയ ബാലൻസ് ഷീറ്റിൽ ഇങ്ങനെ ഒരു ലയബിലിറ്റി ഉള്ളതായിട്ട് കാണിച്ചിട്ടില്ല. ഇവിടെ ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് ബിൽ ഫോർ റിപ്പയറിംഗ് ഇല്ല. അപ്പൊ ഇതെന്താണ്? ഇതിന് നമുക്ക് എന്തായിട്ട് കാണാം? അൺറെക്കോർഡഡ് ലയബിലിറ്റി ആണ്. അപ്പോൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം? അത് റെക്കോർഡ് ചെയ്യണം. അപ്പൊ പുതിയൊരു ലയബിലിറ്റി റെക്കോർഡ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും? ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ആയിട്ട് മാറും. ഓൾഡ് ബാലൻസ് ഷീറ്റ് അത് എഴുതാത്തതുകൊണ്ട് അതിന് നമ്മൾ എന്ത് വിളിക്കാം? അൺറെക്കോർഡഡ് ലയബിലിറ്റി എന്നാണ് വിളിക്കുക. അപ്പോൾ ഇവിടെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ആണ്, ലോസ് ആണ്. റിവാലുവേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ജേണൽ എൻട്രി എന്ത് വരും? റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് ബിൽ ഫോർ റിപ്പയർ. റിവാലുവേഷൻ അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ റിപ്പയർ ബിൽ ഔട്ട്സ്റ്റാൻഡിങ് 1000. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ പുതിയൊരു ലയബിലിറ്റി ആയിട്ട് എഴുതണം ഔട്ട്സ്റ്റാൻഡിങ് റിപ്പയറിംഗ് ബിൽ 1000. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. ഡെപ്റ്റേഴ്സ് ബി പ്രൊവൈഡഡ് 5% ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. അതായത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് നമ്മൾ എന്താ ചെയ്യാം? ഡെറ്റേഴ്സിൽ നിന്നും ലെസ് ചെയ്യാണ് ചെയ്യുന്നത്. ഡെറ്റേഴ്സിൽ നിന്ന് ലെസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഡിക്രീസ് ഇൻ അസറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ റീവാലുവേഷൻ അക്കൗണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ജേണൽ എൻട്രി എന്ത് വരും? റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. എത്ര പറഞ്ഞിരിക്കുന്നത്? 5% ആണ്. അപ്പോൾ 40,000 ഇൻറ്റു 5/100 2,000. റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 2,000. ബാലൻസ് ഷീറ്റിൽ എങ്ങനെ എഴുതാം? ഡെറ്റേഴ്സ് ഇന്നർ കോളത്തിൽ 40,000 ലെസ് പ്രൊവിഷൻ 2,000, ബാലൻസ് 38,000. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എല്ലാ ചേഞ്ചസും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അതാത് ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് പോസ്റ്റ് ചെയ്തു. പുതിയ അസറ്റ്സിന്റെ പുതിയ വാല്യൂ പുതിയ ബാലൻസ് ഷീറ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ലെഡ്ജർ അക്കൗണ്ട്സ് ബാലൻസ് ചെയ്യാം. ആദ്യം ഏത് അക്കൗണ്ടാണ് ബാലൻസ് ചെയ്യേണ്ടത്? റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ
ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്, അപ്പോൾ ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഓരോരുത്തർക്കും എത്ര കിട്ടും? 4000. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ റീവാലുവേഷൻ പ്രോഫിറ്റ് 4000. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? ബാലൻസ് ക്യാരി ഡൗൺ 64,000, 54,000, 60,000. ഈ ബാലൻസ് നമുക്ക് എവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ എന്നുള്ളിടത്ത് എഴുതാം. എത്ര വരുന്നത്? ടോട്ടൽ 3 പേരും ടോട്ടൽ 1,78,000. ഇനി ഇവിടെ ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? ബാലൻസ് ക്യാരി ഡൗൺ 64,000. ഇതെവിടെയാണ് കാണിക്കേണ്ടത്? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ക്യാഷ് അക്കൗണ്ട്, അസറ്റ് സൈഡിൽ ക്യാഷ് എഴുതി 64,000. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും അസറ്റ്സും ലയബിലിറ്റീസും റീവാല്യൂ ചെയ്യാതെ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂല് ചേഞ്ചസ് ഇല്ലാതെ നിൽക്കണ്ടോ നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വാല്യൂ ചേഞ്ച് ഒന്നുമില്ലെങ്കിൽ പഴയ വാല്യൂ അതേപോലെ തന്നെ പുതിയ ബാലൻസ് ഷീറ്റിലും എഴുതിയിരിക്കണം. ആദ്യം നമുക്ക് ലയബിലിറ്റി സൈഡ് നോക്കി നോക്കാം. ക്രെഡിറ്റേഴ്സ് 3,000 റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ചേഞ്ച് ചെയ്തു. ബിൽസ് പേയബിൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ വാല്യൂ ചേഞ്ച് ഒന്നുമില്ല. ബിൽസ് പേയബിൾ 16,000 അതിപ്പോഴും ബിസിനസ്സിലുണ്ട്. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതാം. പിന്നെ വരുന്നത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ നമ്മൾ പുതിയ ക്യാപിറ്റൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. പുതിയ 3 പാർട്ട്നേഴ്സാണ് വരുന്നത്. 3 പാർട്ട്നേഴ്സിനെയും ക്യാപിറ്റൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി അസറ്റ് സൈഡിൽ നോക്കാം. ക്യാഷിൻ്റെ പുതിയ ബാലൻസ് എഴുതി, ഡെറ്റേഴ്സ് പ്രൊവിഷൻ മൈനസ് എഴുതി, സ്റ്റോക്ക് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എഴുതി, ഫർണിച്ചർ മെഷീനറി അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ വാല്യൂല് ചേഞ്ച് ഒന്നും വരില്ല, ഇതേപോലെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫർണിച്ചറും മെഷീനറിയും ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എൻ്റർ ചെയ്യാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അത് 80,000 റീവാല്യൂ ചെയ്തതാണ്. അപ്പോൾ ചേഞ്ച് ഇല്ലാത്ത അസറ്റ്സ് ലയബിലിറ്റി ഏതാണ്? ഫർണിച്ചർ, മെഷീനറി, ബിൽസ് പേയബിൾ. നമുക്കത് അതേപോലെ തന്നെ ന്യൂ ബാലൻസ് ഷീറ്റിൽ എൻ്റർ ചെയ്യാം. ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിൽ ബിൽസ് പേയബിൾ 16,000, അസറ്റ് സൈഡിൽ ഫർണിച്ചർ, മെഷീനറി. ഇപ്പോൾ ഇവിടെ എല്ലാ ബാലൻസും എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യാം. അപ്പോൾ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ വരുന്നത് എന്താണ്? 2,66,000. അപ്പോൾ ഇതിൽ നമ്മളൊരു ശ്രദ്ധിക്കാനുള്ള കാര്യം, ന്യൂ പാർട്ട്ണറെ ഗുഡ് വില്ല് കൊണ്ടുവരുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പുതിയ പാർട്ട്ണറെ കൊണ്ടുവരുന്ന ഗുഡ് വില്ല് പ്രൈവറ്റ് ആയിട്ട് ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കുകയാണ്. അത് ബിസിനസ്സായിട്ട് ഫേമായിട്ട് യാതൊരു ബന്ധമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ജേർണൽ എൻട്രി എഴുതേണ്ട കാര്യമില്ല. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടിയും, ക്വസ്റ്റ്യൻ നമ്പർ 67 പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോനെ കുറിച്ച് ഒന്നും പറയണില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഓൾഡ് റേഷ്യോ ഈക്വൽ ഷെയർ ആയിട്ടായിരിക്കണം എടുക്കേണ്ടത്. പിന്നെ പുതിയ പാർട്ണർ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഷെയർ എത്രയാണെന്ന് പറയുന്നുണ്ട്? 1/3 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ന്യൂ റേഷ്യോയും ഈക്വൽ റേഷ്യോ ആയിരിക്കും, 1:1:1. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടില്ലെങ്കിൽ എപ്പോഴും ഓൾഡ് റേഷ്യോ ഈക്വൽ റേഷ്യോയിൽ തന്നെയായിരിക്കണം എടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 68. The following is the balance sheet of Roy and Joy sharing profits and losses in the ratio 3:2. ഇവിടെ ഓൾഡ് പാർട്ട്നേഴ്സ് റോയ് ആൻഡ് ജോയ് ആണ്. ഇവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 3:2. തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈക്വൽ റേഷ്യോയിലായിരിക്കും എടുക്കേണ്ടത്. അപ്പോൾ അവരുടെ ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. അഡ്മിഷന് മുമ്പുള്ള ബാലൻസ് ഷീറ്റാണ്. ബിസിനസ്സിലുണ്ടായിരുന്ന ഓൾറെഡി ഉണ്ടായിരുന്ന അക്കൗണ്ട്സുകൾ അല്ലെങ്കിൽ ലയബിലിറ്റീസും അസറ്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ താഴെ നമുക്ക് തന്നിട്ടുണ്ട് ദേ അഡ്മിറ്റ് താജു. പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്തു, താജു ആണ്. ആളുടെ ഷെയർ എത്രയാണ്? 1/3 ആണ്. അഡ്മിഷനെ തുടർന്നുള്ള ചേഞ്ചസ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജേർണൽ എൻട്രി എഴുതണം, ലെഡ്ജർ അക്കൗണ്ട്സ് എഴുതണം, ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ ദ അഡ്മിഷൻ ഓഫ് താജ്. അപ്പോൾ ഇവിടെ ജേർണൽ വരയ്ക്കാം. ലെഡ്ജർ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? റിവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്. അതിൻ്റെ താഴെ ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. ഇവിടെയും ഞാൻ ജേർണൽ എൻട്രി പറയും മാത്രമേ ചെയ്യുന്നുള്ളൂ, എഴുതി കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങളവിടെ ജേർണൽ എൻട്രി എഴുതിയിരിക്കണം. ഇനി ലെഡ്ജർ അക്കൗണ്ട്സ് വരച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്തായിരിക്കണം? ക്യാഷ് അക്കൗണ്ടിലെയും ക്യാപിറ്റൽ അക്കൗണ്ടിലെയും ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്തിരിക്കണം. ഇവിടെ ക്യാപിറ്റൽ റോയിജ് അവരുടെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? 40,000, 30,000. ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ ക്യാഷ് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് 1,800. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണ്? പഴയ ബാലൻസ് ഷീറ്റിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് എന്തെങ്കിലും റിസർവ്സോ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഉണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുത്തോളണം. അങ്ങനെ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തിരിക്കണം. നമുക്കിവിടെ ലയബിലിറ്റി സൈഡിൽ റിസർവ് തന്നിട്ടുണ്ട്. എത്രയാണ്? 5,000. ഇത് അഡ്മിഷന് മുമ്പുള്ളതാണ്.
പുതിയ പാർട്ണർ അഡ്മിറ്റ് ചെയ്തപ്പോൾ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ മുമ്പുണ്ടായിരുന്ന റിസർവ്സ് എന്ത് ചെയ്യണം, ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഏത് റേഷ്യോയിലായിരിക്കണം, ഓൾഡ് റേഷ്യോ ആയിരിക്കണം. എത്രയാണ് ഓൾഡ് റേഷ്യോ? 3:2 ആണ്. അപ്പോൾ ഈ റിസർവ്സും ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ ജേണൽ എൻട്രി എന്താ വരാം, റിസർവ്സ് ഡിവൈഡ് ചെയ്തതിന് ജേണൽ എൻട്രി റിസർവ്സ് അക്കൗണ്ട് അറ്റ് 2 റോയ്സ് ക്യാപിറ്റൽ ജോയ്സ് ക്യാപിറ്റൽ. അപ്പോൾ ആദ്യത്തെ ജേണൽ എൻട്രി ഏതാണ്, റിസർവ്സ് ഡിവൈഡ് ചെയ്യുന്നുള്ള ജേണൽ എൻട്രി ആണ്. റിസർവ്സ് അക്കൗണ്ട് അറ്റ് 2 റോയ്സ് ക്യാപിറ്റൽ ജോയ്സ് ക്യാപിറ്റൽ. ആ ജേണൽ എൻട്രി എഴുതാം, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എല്ലാ ലെഡ്ജർ അക്കൗണ്ട്സ് വരച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ്, ക്യാഷ് അക്കൗണ്ടിലെയും ക്യാപിറ്റൽ അക്കൗണ്ടിലെയും ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്യുക. അതിനുശേഷം അസറ്റ്സ് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ്, റിസർവ്സ്, ലോസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കണം. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സൈഡിൽ തരും, അസറ്റ് സൈഡിലായിരിക്കും തരാം. ഇവിടെ അങ്ങനെ ഒരു ലോസ് ഉള്ളതായിട്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളും ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്തു, റിസർവ്സ് ഓൾഡ് റേഷ്യോയിൽ 3:2 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ക്യാഷ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്യാം. ക്യാഷ് അക്കൗണ്ടിലെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്, 1800 ആണ്. ഇപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്തു, റിസർവ്സ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് ചേഞ്ചസ് റെക്കോർഡ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ചേഞ്ചസ് നോക്കാം. താജു ടു ബ്രിങ് ₹40,000 ആസ് ഹിസ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അറ്റ് 2 താജുസ് ക്യാപിറ്റൽ. എവിടെയൊക്കെ റെക്കോർഡ് ചെയ്യണം, ക്യാഷ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം, താജുവിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ 2 ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് പോസ്റ്റ് ചെയ്യും. ക്യാപിറ്റൽ അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് 40,000. ഇനി ക്യാഷ് അക്കൗണ്ടിൽ നോക്കാം. ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ താജൂസ് ക്യാപിറ്റൽ 40,000. നെക്സ്റ്റ് വൺ ഏതാണ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആർ ടു ബി അപ്രീഷിയേറ്റഡ് ബൈ 20%. ഇതിൻ്റെ അർത്ഥം എന്താ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് റീവാല്യൂ ചെയ്തപ്പോൾ 20% ഇൻക്രീസ് ചെയ്തു. ബൈ 20% എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. 20% ഇൻക്രീസ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 20% കണ്ടുപിടിക്കണം. 60,000 ഇൻറ്റു 20/100. അപ്പോൾ എത്ര വരും, 12,000. ഇൻക്രീസ് ഇൻ അസറ്റ്സ് ആണ്, അപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും. റിവാലുവേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രി എന്താ വരിക, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് അറ്റ് 2 റിവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം. റിവാലുവേഷൻ അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 12,000. ഇനി നമുക്കത് പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ ബാലൻസ് ഷീറ്റിൽ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ പുതിയ വാല്യൂ കാണിക്കാം. ബാലൻസ് ഷീറ്റിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 60,000 ആണ് നമുക്ക് തന്നിരുന്നത്. 20% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 60,000 + 12,000 72,000. നെക്സ്റ്റ് വൺ, സ്റ്റോക്ക് ബി റെഡ്യൂസ്ഡ് ബൈ 10%. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് എന്ത് ചെയ്യണം, 10% റെഡ്യൂസ് ചെയ്യണം. 38,000 ഇൻറ്റു 10/100 3,000. അടുത്ത എന്താണ്, പ്രൊവിഷൻ ഫോർ 5% ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡെറ്റേഴ്സിൻ്റെ 20,000 ഇൻറ്റു 5% 1000. അപ്പോൾ ഇവിടെ 2 അസറ്റ്സും റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ 2 അസറ്റ്സ് റെഡ്യൂസ് ചെയ്യുന്നത് ഒറ്റ ജേണൽ എൻട്രി എഴുതിയാൽ മതി. റെഡ്യൂസ് ചെയ്യുമ്പോൾ ലോസ് ആണ് വരുന്നത്, റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രി എന്താ വരിക, റിവാലുവേഷൻ അക്കൗണ്ട് ടു സ്റ്റോക്ക് അക്കൗണ്ട് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. അപ്പോൾ ഇന്നത്തെ ഏതൊക്കെ ലെഡ്ജർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യേണ്ടത്, റിവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതിയിരിക്കണം. റിവാലുവേഷൻ ഡെബിറ്റ് സൈഡിൽ സ്റ്റോക്ക് 3,000, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 1,000. ബാലൻസ് ഷീറ്റിൽ എങ്ങനെ എഴുതാം, സ്റ്റോക്ക് 30,000 - 3,000 27,000. അതുപോലെ തന്നെ ഡെറ്റേഴ്സ് എങ്ങനെ കാണിക്കണം, 20,000. അതിൽ നിന്നും 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു, അത് ലെസ് ചെയ്യുക. അപ്പോൾ എത്ര വരും, 19,000. അപ്പോൾ ഇവിടെ അഡ്മിഷനെ തുടർന്നുണ്ടായ എല്ലാ ചേഞ്ചസും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി റീവാല്യൂ ചെയ്തപ്പോൾ പ്രോഫിറ്റ് ലോസ് ഉണ്ടായിരിക്കാം, അത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് റീവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. അതിനുശേഷം ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക, ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ഈ ചേഞ്ചസുകളെല്ലാം ബാലൻസ് ഷീറ്റിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം ന്യൂ ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യാം. ഇവിടെ റീവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്തപ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, പ്രോഫിറ്റ് ആയിരിക്കും. എത്ര പ്രോഫിറ്റ് വന്നിരിക്കുന്നത്, 8,000. അപ്പോൾ 3:2 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ റോയ് 4,800, ജോയ് 3,200.
അപ്പോൾ റിവാലുവേഷൻ പ്രോഫിറ്റ് ഓൾഡ് പാർട്ട്നേഴ്സിനാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ റീവാലുവേഷൻ 4,800, 3,200. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിലും എല്ലാ ചേഞ്ചസ് റെക്കോർഡ് ചെയ്തു പുതിയ ബാലൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് എത്രയാണ്? 47,800, 35,200, 40,000. ഈ ബാലൻസ് നമുക്ക് എവിടെ എഴുതാം? ബാലൻസ് ഷീറ്റിൽ കാണിക്കാം. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ 3 പേരെയും ക്യാപിറ്റൽ എഴുതി ടോട്ടൽ എത്രയാണ്? 1,23,000. അടുത്ത അക്കൗണ്ട് ഏതാണ് ബാലൻസ് ചെയ്യാനുള്ളത്? ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ടിൽ ആകെ 2 ഐറ്റം വന്നിട്ടുള്ള ഓപ്പണിംഗ് ബാലൻസും തേജസ് ക്യാപിറ്റൽ അക്കൗണ്ടും. അപ്പോൾ ഇവിടെ ബാലൻസ് എത്രയാണ് വരുന്നത്? 41,800. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ക്യാഷ് 41,800. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത്? പഴയ ബാലൻസ് ഷീറ്റിൽ ഏതെങ്കിലും അസറ്റ്സ് ലയബിലിറ്റീസ് റീവാല്യൂ ചെയ്യാത്തതുണ്ടോ എന്ന് നോക്കി നോക്കണം. റീവാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ വാല്യൂവിൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും അസറ്റ്സ് ഉണ്ടോ എന്ന് നോക്കി നോക്കാം. ലയബിലിറ്റി സൈഡിൽ ആദ്യം നോക്കി നോക്കുക ക്രെഡിറ്റേഴ്സ്. അത് ക്രെഡിറ്റേഴ്സിനെ കുറിച്ച് റീവാല്യൂ ചെയ്തിട്ടില്ല, അതിന് ചേഞ്ചസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ക്രെഡിറ്റേഴ്സ് 61,800 അതേപോലെ തന്നെ ലയബിലിറ്റി സൈഡിൽ എഴുതാം. റിസർവ് എന്ത് ചെയ്തു? അത് ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന് ബാലൻസ് ഇല്ല. ക്യാപിറ്റൽ എന്ത് ചെയ്തു? പുതിയ ക്യാപിറ്റൽ കണ്ടുപിടിച്ച് 3 പാർട്ട്നേഴ്സിനെയും ക്യാപിറ്റൽ ബാലൻസ് എഴുതി കഴിഞ്ഞു. ക്യാഷ് ഇൻ ഹാൻഡ് പുതിയ ബാലൻസ് കണ്ടുപിടിച്ചു. ഡെറ്റേഴ്സിന് പ്രൊവിഷൻ ലെസ് ചെയ്തു. സ്റ്റോക്ക് റിഡ്യൂസ് ചെയ്തു. ഫർണിച്ചറിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഫർണിച്ചറിൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ന്യൂ ബാലൻസ് ഷീറ്റിൽ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ എത്ര എഴുതണം? 25,000 എഴുതണം. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ചേഞ്ച് ചെയ്യാണ്ട് നിൽക്കുന്ന അസറ്റ്സ് ലയബിലിറ്റീസ് ഏതാണ്? ക്രെഡിറ്റേഴ്സ്, ഫർണിച്ചർ. ഇത് രണ്ടും നമുക്ക് ബാലൻസ് ഷീറ്റിൽ എൻ്റർ ചെയ്യാം. ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് 61,800, ഫർണിച്ചർ 25,000. ഇനി ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ എത്രയാണ് ടോട്ടൽ വരുന്നത്? 1,84,800, 1,84,800.